വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവയെ മയക്കുവെടി വെക്കാൻ വനം വകുപ്പ് ഉത്തരവിട്ടു. കൂടടക്കം സ്ഥാപിച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് മയക്കുവെടി വെക്കുക. മയക്കുവെടി വെച്ച് പിടികൂടിയതിനു ശേഷം പരിക്ക് പറ്റിയ കടുവയ്ക്ക് വെറ്ററിനറി പരിചരണം നൽകും. കടുവയെ തുരത്താൻ വയനാട്ടിൽ നടപടി ആരംഭിച്ചു. പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട്. സനിസ, ഒടുവിൽ ഉത്തരവായിരിക്കുന്നു. മറ്റു വിവരങ്ങൾ. നോർത്ത് വയനാട് ഡിവിഷൻ മാനന്തവാടി റേഞ്ചിലെ പച്ചിലക്കാട് പടിഞ്ഞാറത്തറ പ്രദേശത്താണ് കടുവ ഇത്തരത്തിൽ ഭീതി പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടങ്ങളിൽ കടുവയെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കൂട്ടിലടച്ച് പിടിക്കാനുള്ള നടപടികളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഇതൊക്കെ പരാജയപ്പെട്ടതോടെയാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തുന്നത്. വെള്ളമുണ്ട ഫോറസ്റ്റ് സെക്ഷനിലെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ അതിനെ ട്രേസ് ചെയ്ത് പിടിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കടുവയെ കൂട്ടിൽ അകപ്പെടുത്താനും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഈ നടപടി. മനുഷ്യവാസമുള്ള സ്ഥലമാണിത്. ജനസാന്ദ്രത കൂടുതലാണ്. അതുപോലെ തന്നെ കാപ്പിക്കൃഷി അധികമായിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് ഇത്തരം കടുവ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കുറച്ചുകൂടി ഭീകരത കൂട്ടുന്ന ഒരു സാഹചര്യമാണ്. അവിടുത്തെ ജനവാസികളൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ NTCയുടെ SOP അനുസരിച്ച് സാങ്കേതിക സമിതി രൂപീകരിച്ചതിന്റെ നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ അതൊന്നും എല്ലാം പരാജയപ്പെട്ടു. ഒരു തരത്തിലും കടുവയെ ട്രേസ് ചെയ്ത് പിടികൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാൻ ട്രേസ് ചെയ്ത് മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂർ നോർത്തേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരിക്കും. എത്രയും പെട്ടെന്ന് കടുവയെ ട്രേസ് ചെയ്ത് പിടികൂടി മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കടുവയെ പിടികൂടിയതിനു ശേഷം കടുവയ്ക്ക് മുൻപ് പരിക്കുകൾ പറ്റിയതാണെങ്കിൽ വെറ്റിനറി പരിചരണം നൽകും. ശേഷമായിരിക്കും കടുവയെ കാട്ടിലേക്ക് ഉൾവനത്തിലേക്ക് തിരിച്ചയക്കുക. ഇപ്പോൾ പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടോ? നിലവിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ വയനാട് അതുപോലെ തന്നെ കണ്ണൂര് ഇതിന്റെ ഇടവിട്ടുള്ള ഒരു റേഞ്ച് പ്രദേശത്താണ് കടുവയുടെ കാൽപ്പാടുകൾ അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മൊത്തമായിട്ടും നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂർ നോർത്തേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരിക്കും. ഇത്തരത്തിൽ വനം വകുപ്പ് ഇവർക്കാണ് ഇത് മേൽനോട്ടം വഹിക്കാനുള്ള എല്ലാ ചുമതലകളും നൽകിയിരിക്കുന്നത്. നിലവിൽ കുറച്ചു മുൻപാണ് ഇതിന് വനം വകുപ്പ് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനോടകം തന്നെ ഈ ഉത്തരവ് ഇവർക്ക് എത്തിയിട്ടുണ്ടാകും. ഇതിന്റെ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാകും. എത്രയും പെട്ടെന്ന് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് നടക്കാൻ പോകുക. കാരണം ഈ കടുവ ഈ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ഇങ്ങനെ തുടരുന്നത് വളരെ ഭീതി പടർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആ പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം.